കേസിന്റെ മറവിൽ 2 കോടി രൂപ തട്ടാൻ ശ്രമിച്ചതിൽ ഇഡി ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് എഫ്ഐആർ. ഇഡി ഉദ്യോഗസ്ഥനായ ശേഖർ കുമാറിനെയാണ് വിജിലൻസ് ഒന്നാം പ്രതിയാക്കിയത്. കൊല്ലത്തെ കശുവണ്ടി കയറ്റുമതി വ്യാപാരിയുടെ ഇഡി കേസ് ഒതുക്കി തീർക്കാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. കേസിൽ ഇന്നലെ 2 പേരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റിലായ മുകേഷ് കുമാർ കൊച്ചിയിലെ ഇഡി ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അനധികൃത ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. റിയ ബേബി വിശദാംശങ്ങളുമായി ചേരുന്നു. റിയ, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ? മാർഷൽ, ഇത് ഇ ഡി ഉദ്യോഗസ്ഥൻ തന്നെ പ്രതിയായ ഒരു കേസായി മാറിയിരിക്കുകയാണ്. ഇ ഡിയുടെ ഒരു കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ് 2 കോടിയാണ് വ്യവസായിയിൽ നിന്ന് ആവശ്യപ്പെട്ടത്. കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ് 2 കോടിയാണ് വ്യവസായിയിൽ നിന്ന് ആവശ്യപ്പെട്ടത് ഈ സംഘം. അതിൽ ഇ ഡി ഉദ്യോഗസ്ഥനാണ് ഈ ഏജന്റുമാരെ ഉപയോഗിച്ച് പണം തട്ടിയതെന്നാണ് ഈ പ്രതികളുടെ തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. സംഭവം നടക്കുന്നത് കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യാപാരിയായ അനീഷ് കുമാറിൽ നിന്ന് ഒരു കേസ് വരുന്നു. അങ്ങനെ ഇ ഡിയുടെ ഓഫീസിൽ അയാൾ എത്തുന്നു. ആ കേസ് ഒത്തുതീർപ്പാക്കാൻ പണം നൽകണമെന്ന് പറഞ്ഞ് പിന്നാലെ 2 പേർ ഇയാളെ സമീപിക്കുന്നു. വിൻസൻ വർഗീസ് എന്ന എറണാകുളം സ്വദേശി. അങ്ങനെ ആവശ്യപ്പെട്ടത് പ്രകാരം 2 ലക്ഷം രൂപയുമായി ഇയാൾ എത്തുന്നു. വിജിലൻസിനിടയിൽ ഇയാൾ പരാതി നൽകിയിരുന്നു. അങ്ങനെയാണ് വിൻസൻ വർഗീസിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വിൻസന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുകേഷ് കുമാർ എന്ന് പറയുന്ന മറ്റൊരാളെയും അറസ്റ്റ് ചെയ്യുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശേഖർ കുമാർ ആണ് തങ്ങളോട് ഇത് ആവശ്യപ്പെട്ടതെന്നൊരു മൊഴി അവർ നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ശേഖർ കുമാറിനെ വിജിലൻസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷമാകും കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യലും വേണമെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോവുക. എന്തായാലും മൊബൈൽ